നമ്മൾ കുളിക്കുന്നതും ബാത്റൂം പോകുന്നതും ടോയ്ലറ്റ് പോകുന്നതും ഒക്കെ ഓപ്പണായിട്ട്. പറയുകയാണെങ്കിൽ ശ്രീരാമനും പാർവതിയും ഇല്ലേ, അവർക്ക് വേണ്ടി ഇത് സമർപ്പിക്കുന്നു എന്നുള്ളതിന് ഉള്ളിലുള്ള ജീവൻ എനിക്കറിയാം, പക്ഷെ പുറത്തുള്ള ജീവനെ മനസ്സിലായിട്ടില്ല. നാട്ടില് ഡിസംബറിന്റെ സ്പെല്ലിങ് വരുന്നത് DEC അല്ലേ, ഇവിടെ S ആണ് വരുന്നത്. ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. റൂംസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് അതും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ബാക്കിൽ കൂടെ ഒരാൾ പോകാണ്ട് ഒരു മൈൻഡ് ഇല്ലാണ്ട്. അപ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ റൂം വരുന്നത് ബാലിയിൽ ഒരു ഉബുദ് പറഞ്ഞ സ്ഥലത്താണ്. ഭൂമിലിംഗാണ് റിസോർട്ടിൻ്റെ പേര് വരുന്നത്. ഭയങ്കര കാമൻ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മളെ ബാലിയിലെ ആദ്യത്തെ സ്റ്റേ ആണ് ഇത് വരുന്നത്. ഇത് ആക്ച്വലി അവരുടെ ഒരു ട്രഡീഷണൽ ടൈപ്പ് കുറേ ഇങ്ങനത്തെ ബിംബങ്ങളും പിന്നെ വെരി നാച്ചുറായിട്ട് അവർ സെറ്റ് ചെയ്ത ഒരു കൈൻഡ് ഓഫ് റിസോർട്ടാണ്. പിന്നെ ഇതാണ് നമ്മളെ റൂം. ഇതാ ഈ വീഡിയോയിൽ കണ്ടില്ലേ, ഇതേമാതിരി ചെറിയൊരു സിറ്റിങ് വരുന്നുണ്ട്. പിന്നെ എന്താ ചെറിയൊരു ടേബിള്, കിച്ചൺ, ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല റൂം വരുന്നുണ്ട് അത്. പിന്നെ ഇതാ പൂള് വരുന്നുണ്ട്. പിന്നെ നല്ല കോമഡി ഉള്ളൊരു സാധനം കാണിച്ചുതരാം. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. ബാത്ത് ടബ്, ടോയ്ലറ്റ് ഇതാ ഇവിടെ ഉണ്ട്, ഒക്കെ ഓപ്പൺ ആയിട്ട് കേട്ടോ. പിന്നെ ഇതാ ഷവർ വരുന്ന ഫുള്ളി ഓപ്പൺ ഉണ്ട്. നമ്മൾ കുളിക്കുന്നതും ബാത്റൂം പോകുന്നതും ടോയ്ലറ്റ് പോകുന്നതും ഒക്കെ ഓപ്പൺ ആയിട്ട്. സോ നമ്മളിവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ലോബിയിൽ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മളിന്ന് വെക്കേറ്റ് ചെയ്യാണ്. ഈ റൂം വരുന്നത് ഉബൂദ് പറഞ്ഞ സ്ഥലത്താണ്, ഭൂമിലിംഗ. അടിപൊളി ചെയ്യുന്നതൊക്കെ നേരത്തെ കണ്ടില്ലേ, അപ്പം അടിപൊളിയും. അപ്പം ഇതാ ഇനി വെയിറ്റ് ചെയ്ത് നേരെ ഇനി നമ്മൾ ഡ്രൈവറെ കൂടെ പോവാണ്. പിന്നെ ഇതാ ഈ ഒരു അമ്പലം പോലെ കണ്ടില്ല, ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചാട്ടോ. എല്ലാ വീട്ടിലും, ബാലിയത്തെ എല്ലാ വീട്ടിലും ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം വീടിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു അമ്പലം എന്തായാലും ഉണ്ടാവുന്നതാണ്. ഇതാണ് ബാലിയിലെ ഫേമസ് ആയിട്ടുള്ള ഹന്താര ഗേറ്റ് കേട്ടോ. നമ്മൾ വെയിലതിനെ കൊണ്ട് അവിടേക്ക് ഇറങ്ങിയിട്ടില്ല. നമ്മളെ പ്ലാൻ ഡേ 2 ഐറ്റനറി വെച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇന്ന് ഫസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ടത് ഹന്താര ഗേറ്റ്. ഹന്താര ഗേറ്റ് ഓൾറെഡി നമ്മളൊരു വീഡിയോയിലുണ്ട്, അതിൽ കാണിക്കും. പക്ഷേ അവിടെ നമുക്ക് പെർ പേഴ്സൺ വരുന്നത് ഈച്ച് പേഴ്സൺ 100K ആണ് ടിക്കറ്റ്. ബട്ട് നമുക്ക് ഒരൊറ്റ സ്പോട്ടിൽ നിന്ന് മാത്രമേ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. ഈ കപ്പിളായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 2 പേഴ്സൺ നമുക്ക് 200K ടിക്കറ്റ് വരും, ഐഡിയ ആണ്. പക്ഷേ നമ്മളെ ഗൈഡിനോട് ചോദിച്ചപ്പോൾ ഗൈഡ് പറഞ്ഞത് ഇറ്റ്സ് നോട്ട് വർത്തി ആക്ച്വലി. നിങ്ങൾ ആ ഒരു എമൗണ്ട് കൊടുത്ത് അവിടേക്ക് പോകുന്നതിൽ കാര്യമില്ല. കാരണം ഈ ഒരൊറ്റ സ്പോട്ടിൽ നിങ്ങൾ ആ എമൗണ്ട് കൊടുത്തിട്ട് നിങ്ങൾ ആ ഒരു സ്പോട്ടിൽ ആ ഒരു ഗേറ്റിൽ മാത്രമേ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ കഴിയുള്ളൂ. പക്ഷെ അതിന് പകരം നമുക്ക് അതേ ഒരു ലുക്ക് കിട്ടുന്ന അതേ ടൈപ്പ് ഓഫ് ഗേറ്റ് ആയത് നമുക്ക് വേറൊരു സ്പോട്ട് ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രൈവർ പറഞ്ഞ് നിങ്ങൾക്ക് പറ്റിയൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മൂപ്പര് നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വീട്ടിലും ഫസ്റ്റ് തന്നെ ടെമ്പിളാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ടാണ് ഓരോ വീട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ടപ്പോൾ കൺഫ്യൂസ്ഡ്, എന്തെന്താ സംഭവം, എല്ലാ സ്ഥലത്തും ടെമ്പിൾ മാത്രമേ ഉള്ളൂ. പിന്നെയാണ് നമുക്ക് ഡ്രൈവർ അത് ക്ലിയർ ചെയ്ത് തന്നത്. ഇതിപ്പോൾ നമ്മൾ ഡ്രൈവർ കൊണ്ടുപോയിട്ട് സ്പോട്ടാണ് കേട്ടോ. കാരണം ഇത് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. കാരണം ഫോട്ടോസൊക്കെ എടുത്താൽ അത്രയ്ക്ക് ഭംഗിയുണ്ടാവും. പക്ഷേ ഈ സെയിം സാധനം ഞങ്ങൾ ഇന്നലെ ബാലസ്വിങ്ങിൽ എടുത്തതിനെ കൊണ്ട് ഞങ്ങൾക്കൊരു മൂഡിലായിരുന്നു. അതിനെക്കൊണ്ട് ജസ്റ്റ് ഒന്ന് അവിടുത്തെ കണ്ട് ബാഗ് ഇറങ്ങി. കാരണം സെയിം വ്യൂ തന്നെ വരുന്നത്. ഇവിടെ ആകുമ്പോൾ കുറച്ചും കൂടി ലേക്കും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. പക്ഷേ ഇന്നലത്തെ പോലെ തന്നെ അതിനെക്കൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇത് സ്കിപ്പ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് ഇനി പോകുന്നത്. അപ്പോൾ ഈ ഹന്താര ഗേറ്റിന് ടിക്കറ്റ് പ്രൈസ് വരുന്നത് 30K ആണ്. അപ്പോൾ നമ്മൾ ഈ വെയിൽ അതിനെക്കൊണ്ട് മാത്രമേ അവിടെ ഇറങ്ങാത്തത്. കാരണം ഒരു പിക്കിന് മാത്രം വേണ്ടി. പക്ഷെ എടുക്കാമായിരുന്നോ, ആക്ച്വലി ഇത് നമ്മൾ ഡ്രൈവർ പറ്റിച്ചതേനു കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ അടുത്ത വീഡിയോയിൽ ഇൻഷാല്ലാ അതിലുണ്ടാവും, അപ്പോൾ കാണാം. അങ്ങനെ നമ്മൾ അവിടെ സ്കിപ്പ് ചെയ്തിട്ട് നേരെ ഉൾന്താനം ടെമ്പിൾ ഉണ്ടല്ലോ, അവിടേക്കാണ് കേട്ടോ പോയത്. അപ്പം ഇവിടെ ടിക്കറ്റ് വരുന്നത് ഈച്ച് പേഴ്സൺ 75K ആണ്. അപ്പം 2 വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അംശിക പോയിട്ടുണ്ട്. ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ കാണാം. ഇതാണ് നമുക്ക് ഉള്ളിലേക്കുള്ള എൻട്രൻസ് ടിക്കറ്റ് വരുന്നത്. ഈച്ച് പേഴ്സൺ 75K, അറൗണ്ട് ഒരു ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്തിട്ട് പറഞ്ഞതാണ്. 75K നമുക്ക് വന്ന് 2 ടിക്കറ്റ്സാണ് എടുത്തത്. ഓരോരുത്തർക്കും ഓരോ വാട്ടറും ഇതിൻ്റെ ഒപ്പം എന്തുണ്ട്.
അറൗണ്ട് ഒരു 400 റുപ്പീസ് ഇന്ത്യൻ മണി വരും. ബട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടിയ കൺവേർഷൻ ചാർജ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 500 റുപ്പീസ് വരും നമുക്ക് ഈ ഒരു എമൗണ്ട് ടിക്കറ്റ് എന്ന് പറയുമ്പോൾ. ആക്ച്വലി ഈ ടെമ്പിളിൻ്റെ പണി കഴിഞ്ഞത് AD 1556 കേട്ടോ. ഒരു ഗസ്തി അഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ ടെമ്പിളിൻ്റെ പണിയൊക്കെ കഴിപ്പിച്ചത്. അപ്പം ഈ ടെമ്പിൾ ഏകദേശം വരുന്നത് ബാലിയുടെ ഒരു സെൻറ്ററായിട്ടാണ് കേട്ടോ ഈ ഒരു ടെമ്പിൾ വരുന്നത്. അപ്പം ഇതിലൊരു 5 ടെമ്പിളാണ് വരുന്നത്. അപ്പം ഒരു 5 ടെമ്പിളും ഉണ്ട്. അതിൻ്റെ ഒരു ബുദ്ധസ്തൂപം വരുന്നുണ്ട് അവിടെ. ട്രഡീഷണൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇവന് ഇട്ടത്. സോ വൃന്ദാനു ടെമ്പിളിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഇതെല്ലാം വരുന്നത്. പക്ഷെ ഗ്രൂപ്പ് ടൂറിസ്റ്റുകളാണ് മെയിൻലി ഇവിടെ ഉള്ളത്. കപ്പിൾസ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. കുറച്ചും കൂടി റിലീജിയസ് ആയിട്ടുള്ളൊരു സ്ഥലങ്ങളാണിത്. കാരണം കൂടുതൽ ആളുകൾ എൻ്റർടൈൻ ചെയ്യുന്നത് കാണുന്നില്ല. ലൈക്ക് കുറേ റിലീജിയൻ കൾച്ചേഴ്സ് അവർ ചെയ്യുന്നുണ്ട്. ഇന്നെന്തോ ഇനി സ്പെഷ്യൽ ഡേ ആണോ എന്ന് അറിയില്ല കേട്ടോ. ഇവിടെ നിയറസ്റ്റ് ആയിട്ട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഉച്ചതിനെ കൊണ്ട് നല്ല വെയിലും അതിനെക്കൊണ്ട് ആരും ആ ഭാഗത്തില്ല. ജസ്റ്റ് ഞാൻ ഫോട്ടോ എടുക്കുന്നുള്ള പർപ്പസിന് മാത്രമാണ് അവിടേക്ക് ആൾക്കാർ പോകുന്നത്. സോ ഇപ്പോൾ ഒരു ചെറിയൊരു ഗാർഡൻ പോലത്തെ സംഭവത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത്. നല്ല രസമുണ്ട് കാണാൻ. റെഡ് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നല്ല വെയിലായിട്ടും ഇതിനൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. സമ്മതിക്കണതാ പൊരിഞ്ഞ വെയിലത്ത്. ആക്ച്വലി ഇത് വേർത്തിയാണ്. നമ്മൾ ഈ ഒരു 75K കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്നത് ഭയങ്കര വേർത്തി. ഒരുപാട് സ്പോട്ട് ഇവിടെ കാണുന്നുണ്ട്. കൈൻഡ് ഓഫ് ഗേറ്റ് ഉണ്ട്. പിന്നെ ഒരുപാട് നല്ല നല്ല ടെമ്പിൾസ് ഉണ്ട്. ഇതിപ്പോൾ ഒരു ഏരിയ മോട്ടാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സെക്ഷൻ ഇതിനും വലുതാണ്. അവിടെ നമ്മളിതുവരെ പോയിട്ടില്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. സോ ഉളുന്താൻ ടെമ്പിളിലെ ഉള്ളിലുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞങ്ങൾ 75K കൊടുത്തത് ഇതൊരു വേർത്തി ആയിട്ടുള്ള പ്ലേസ് ആണ്. ഇഫ് നിങ്ങളൊരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ചിൽഡ്രൻസ് കുറച്ച് ഏജ് ആയിട്ട് വരുന്ന ആളുകളൊക്കെയാണ് കൂടെ വരുന്നെങ്കിൽ കുറച്ചും കൂടി വേർത്തിയാണ്. കാരണം ഇവിടെ ഒരുപാട് നല്ല നല്ല സിറ്റിംഗ് പ്ലേസസ് ഉണ്ട്. നമുക്ക് ഈ ലോണ്ടറിയിൽ അല്ലെങ്കിൽ ഇരിക്കണമെങ്കിൽ ഇരിക്കാം. പിന്നെ ഇവിടെ ഒരുപാട് സിറ്റിംഗ് പ്ലേസസ് ഉണ്ട്. മക്കൾ കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എൻഡിലായിട്ട് നമുക്ക് ഒരുപാട് എന്തുണ്ട് കിഡ്സ് ഏരിയകളുണ്ട്. ലൈക്ക് അവർക്ക് കളിക്കാനും പിടിക്കാനും എല്ലാത്തിനുള്ള ഏരിയകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഫോട്ടോസിനും പറ്റിയ നല്ല സ്പോട്ടുകളാണ്. ഇതിപ്പോൾ ഇവിടെ വരുന്നതിലൊരു പാർക്കിലെ ഒരു ഏരിയ ആണ്. എന്താ മൃഗം? ആന സൈഡിലുണ്ടാവും, മനസ്സിലായി. പേരറിയാത്ത രീതിയിൽ എന്തോ ഒരു ജീവി. അതിൻ്റെ ഉള്ളിലുള്ള ജീവിനെ എനിക്കറിയാം, പക്ഷെ പുറത്തുള്ള ജീവിനെ മനസ്സിലായിട്ടില്ല. സി, ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ച. വാവായിട്ടുണ്ടല്ലോ. ടച്ച് ചെയ്യണ്ട. കുറേ എണ്ണത്തിൽ മുള്ളൊക്കെ കാണുന്നുണ്ടല്ലോ. ഇത് മറ്റേ ഏതോ ഒരു ടൈപ്പ് ഓഫ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണിത്. ഇതൊക്കെ നമ്മുടെ വീട്ടില് കാട്ടിലുണ്ട്, നാട്ടില് കാട്ടിലുണ്ട്. ഇത് നമ്മൾ കാട്ടിൽ കാണുന്നൊരു ഐറ്റാണ്. നിങ്ങളൊക്കെ ഉണ്ടല്ലോ മീനുകളിവിടെ. ആളുകൾ ഇതിൽ കോയിൻസ് ഇടുന്നുണ്ട്. ഈ സിൽവർ കളർ കണ്ടില്ലേ, അത് ആളുകൾ കോയിൻസ് ഇടുന്നതാണ്. ഓക്കെ,
എനിക്ക് തോന്നുന്നു എന്തെങ്കിലും വിശ്വാസവും കാര്യങ്ങളും ഇതിൻ്റെ പേരിലുണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, ആളുകൾ എന്തായാലും ഇതിൽ പൈസ ഇടുന്നുണ്ട്. നല്ല വലിപ്പമുള്ള മീനുകളൊക്കെ ഇതിൽ പോകുന്നുണ്ട്. 15 ഡിസംബർ എന്ന് മനസ്സിലായി. നമ്മുടെ നാട്ടിൽ ഡിസംബറിൻ്റെ സ്പെല്ലിങ് വരുന്നത് DEC അല്ലേ, ഇവിടെ S ആണ് വരുന്നത്. അങ്ങനെ ഒരുപാട് സ്പോട്ട് കണ്ടിട്ടുണ്ട്. ഡോക്ടറിന് K ആണ് വരുന്നത്. അങ്ങനെ ഒരുപാടെണ്ണം ഇവിടെ കണ്ടിട്ടുണ്ട്. കിഡ്സിന് പറ്റിയ ഒരുപാട് ഏരിയകളാണ് ഈ പാർക്കിൻ്റെ ഉള്ളിൽ ആക്ച്വലി വരുന്നത്, ഈ ടെമ്പിൾ പാർക്കിൻ്റെ ഉള്ളിൽ. കാരണം കണ്ടില്ല, നമുക്കൊന്നുമില്ല ഫാമിലി ആയിട്ട് ഇരിക്കാനും അങ്ങനത്തെ ഒരു മൊമെൻറ്റ് സ്പെൻഡ് ചെയ്യാൻ കിട്ടില്ല സ്പോട്ടാണ്. ഇതിവിടെ കണ്ട വെറൈറ്റി ഒരു മരമാണ് കേട്ടോ. ഇത് ആക്ച്വലി ഇവിടുത്തെ എന്തോന്നാണ്. ചിലപ്പോൾ തൊടാൻ പറ്റില്ല കേട്ടോ ചിഹ്നം. ഇതിൻ്റെ ഉള്ളോട്ടൊക്കെ നല്ലൊരു സ്പോട്ട് വരുന്നുണ്ട്. ഇതിവിടുത്തെ ഒരു ഗാർഡനിങ് ഏരിയ ആണ്. ലൈക്ക് നമ്മളൊരു ഒരു പ്രത്യേകതരം ഭംഗിയുള്ള തന്നെ ഒരു വാക്കിംഗ് പാത്ത് അത് വരുന്നത്. സൈഡിൽ മൊത്തം ഫ്ലവേഴ്സ്, ഒരു ഗാർഡനിങ് ടൈപ്പ് ഏരിയ. ഇതിൽ ട്രഡീഷണൽ മ്യൂസിക്കാണ്. ഇവിടെ നമുക്ക് റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്, അജൂക്ക് ബാലി. ഇത് ഇവിടുത്തെ ഒരു വാളിൽ അവർ ചെയ്ത ആർട്ടാണ്, ലെജൻഡ ദാനു ബെറാട്ടാൻ. ഒരു വാൾ ആർട്ടാണ് ആക്ച്വലി. ഇതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും നല്ലൊരു സ്റ്റോറി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പിന്നെ ഗൈഡ് കാര്യങ്ങളൊന്നും ഇവിടെ ഉള്ളോട്ട് ഇൻക്ലൂഡഡ് അല്ല. അവർ ടിക്കറ്റ് എടുത്ത് കയറാനുള്ളത് പെർമിഷൻ ഇല്ല. നമുക്ക് 2 പേർക്ക് മാത്രം ടിക്കറ്റ് എടുത്തിട്ട് കയറാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ നമുക്ക് എന്തില്ല, ഗൈഡില്ല ഇവിടെ. ഇതാണ് ഫ്ലോട്ടിംഗ് ടെമ്പിൾ, അല്ലെങ്കിൽ ഹോളി പർവ്വത തടാകം ബെർട്ടാൻ ടെമ്പിൾ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ മേൽക്കൂര കണ്ടില്ല, അത് പനയോലല്ലേ, അതിനെ കൊണ്ടായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് 11 നിലകളാണ് ഇതിലുള്ളത്. പിന്നാണെങ്കിൽ ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുകയാണെങ്കിൽ ശ്രീരാമനും പാർവതിയും ഇല്ലേ, അവർക്ക് വേണ്ടി ഇത് സമർപ്പിക്കുന്നു എന്നുള്ളതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഭവമാണ്. പിന്നെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ കണ്ടതാണ് കേട്ടോ അത്. ഇങ്ങനെ ചെറിയൊരു ഗേറ്റ് പോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് കുറേ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ ടെമ്പിളിൻ്റെ എൻട്രൻസ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സസ് ഉണ്ട്, കണ്ടില്ലേ. കപ്പിളായിട്ടും നമുക്ക് സിംഗിളായിട്ടും ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് നമുക്ക് റെൻ്റൽ ചെയ്യാം. അങ്ങനെ റെൻ്റൽ പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുക്കണം. അപ്പോൾ 25K ആണ് വരുന്നത്. അപ്പം ഓരോരോ ഫോട്ടോസും ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫോട്ടോസിനൊക്കെ അതിൻ്റെതായ റേറ്റ് താഴെ തന്നെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറച്ച് ആൾക്കാർ ഫോട്ടോഷൂട്ടൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ നല്ലൊരു പിക്കൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരാൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നല്ലൊരു അങ്ങോട്ട് നല്ലൊരു ഭംഗിയുള്ള ഏരിയ നോക്കൂ. ഇവിടെ നമുക്ക് ആക്ച്വലി എൻട്രൻസ് ടിക്കറ്റ്സ് വരുന്നുണ്ട്. പെർ ഹെഡ് 10K ആണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കൊടുക്കാം ഫിഷിന്, കണ്ടില്ലേ. ഉള്ളിൽ ഫിഷിന് ഫുഡ് കൊടുക്കുന്നൊരു സ്പോട്ട് വരുന്നുണ്ട്. ദെൻ നമുക്ക് അവിടെ ഒരു ഫോട്ടോ സ്പോട്ടും വരുന്നുണ്ട്. കാരണം ബാക്ക്ഗ്രൗണ്ട് ഒരു ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് അവിടുന്ന് ഫോട്ടോസ് കാര്യങ്ങൾ അത്യാവശ്യം നല്ല വൃത്തിയായിരിക്കും. പിന്നെ ടിക്കറ്റഡ് ആണ്. പിന്നെ ഒരു കപ്പിൾ സ്പോട്ടായിട്ട് തോന്നില്ല. മക്കളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ സ്പോട്ടാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഉള്ളോട്ട് കയറിയിട്ടില്ല. പക്ഷെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഹിൽ സ്റ്റേഷൻ ഭയങ്കര വ്യൂ ആണ്. ഇത് നെക്സ്റ്റ് സ്പോട്ട്. ഇത് ലൈക്ക് ഒരു നമ്മളെ ഈ കല്ലില്ല, ആ കല്ല് കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ടൈപ്പിലൊരു പാറ്റേൺ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ അവർ ചെറിയൊരിത് കൊടുത്തിട്ടുണ്ട്, നെയിം മൊനുമെൻറ്റ് ബാഞ്ചിർ ബാത്തു. 22 ഡിസംബർ 2016 അവർ മെയ്ഡ് ചെയ്താണിത് തോന്നുന്നത്.
ആ ഒരു സമയത്ത് ഉണ്ടാക്കിയതാണ്. സോ ഓൾമോസ്റ്റ് ഒരു 8 വർഷം. പിന്നെ അതാ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ കുറേ ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇതിന് വീഡിയോ എടുക്കാൻ അവിടെ കണ്ടിട്ടേ തിരിച്ചു വരുമ്പോഴാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞത്. പിന്നെ അതാ അങ്ങനെ കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. സോ ഇത് ഈ ഒരു പാർക്കിൻ്റെ എൻഡ് ഭാഗമാണ്. ഇവിടെ നമുക്ക് കുറച്ച് കാഫറ്റേരിയസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കോഫി കാര്യങ്ങളൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളൊരു സ്പോട്ടിൽ നിന്ന് എന്ത് ചെയ്യാം, കുടിക്കാം. പിന്നെ ഇവിടെ ഇത് വരുന്നത് ഒക്കെ സിറ്റിംഗ് പ്ലേസ് ആണ്. ഇതൊക്കെ റെസ്റ്റിംഗ് റൂംസ് ആൻഡ് നമുക്ക് കോഫി ഏരിയാസ് ആണ്. കാരണം ഈ ഒരു എൻഡിലെത്തുമ്പോൾ എന്തായാലും എല്ലാവരും ടയേർഡാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കോഫി കാര്യങ്ങളൊക്കെ അങ്ങനെ ഈ ടെമ്പിളിൻ്റെ ഉള്ളത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പം അടുത്ത ടെമ്പിളിലോട്ടാണ് നമ്മൾ പോകുന്നത്. അത് വേറൊരു പാർട്ടായിട്ട് ചെയ്യാം. എൻ്റെ ഫോൺ ഓഫായി പോയിരുന്നു, അതിനെക്കൊണ്ടാണ് ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയാത്തത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഓക്കെ.